ഇന്ന് ഞങ്ങളൊരു കല്യാണത്തിന് പോവാണ് കേട്ടോ. നമ്മുടെ ഒരു കസിന്റെ കല്യാണമാണ്. ഞാനും ആദും അച്ചും പിന്നെ നമ്മുടെ അമ്മയും കൂടിയാണ് പോകുന്നത്. അനിലേട്ടന് വർക്കുള്ളതുകൊണ്ട് ലീവ് കിട്ടിയില്ല. അപ്പം നമ്മളിതാ പോകുന്ന വഴിയാണ്. അപ്പോൾ അനിലേട്ടൻ്റെ ഫ്രണ്ടിന്റെ കാറിലാണ് നമ്മളെല്ലാവരും കൂടി പോകുന്നത്. അവർക്കും കല്യാണം ഉണ്ട്. അവരുടെയാണ് മെയിൻ കസിൻ. പിന്നെ നമ്മൾ ചെറിയൊരു വകയിൽ വരും. അങ്ങനെ നമ്മൾ പോവാണ്. ഇതാ പോയിട്ട് ഇതാ അവിടെ ഓഡിറ്റോറിയം എത്തി. അവിടെ എത്തിയത് എന്താ വെൽക്കം ജ്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നല്ല ചൂടത്ത് വന്ന് കയറിയതായതുകൊണ്ട് നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ 2 ഗ്ലാസ് കൊണ്ട് കുടിച്ചു. പിന്നെ ഇതാ അങ്ങോട്ട് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ജസ്റ്റ് പോയിട്ട് വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്തു കേട്ടോ. അങ്ങനെ ഇതാ ഞാനും അമ്മയും എല്ലാവരും കൂടിയിട്ട് കയറി പോവുകയാണ്. അപ്പോൾ AC മണ്ഡപം ആയതുകൊണ്ട് തന്നെ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ എല്ലാവരും എന്താ താലൊക്കെ പിടിച്ചിങ്ങനെ വരവേൽക്കാൻ, അതായത് ചെക്കനെയും പെണ്ണിനെ വരവേൽക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഇതാ അവരിതാ മേളത്തിന്റെ അകമ്പടിയോട് കൂടി നല്ല സുന്ദരി കുട്ടികളായിട്ട് താലൊക്കെ പിടിച്ച് ഇതാ ചെക്കനെ വരവേൽക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ ശ്രുതിയുടെ അനിയത്തിയും ശ്രുതിയൊക്കെ ഉണ്ട്. നമ്മുടെ കസിനാണ്, നമ്മുടെ ഫ്രണ്ടാണ്. അപ്പോൾ അവളിതാ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ശ്രുതി. അങ്ങനെ താളമേളങ്ങളുടെയും പെൺകുട്ടികളുടെയും അകമ്പടിയോട് കൂടി നമ്മുടെ ചെക്കൻ്റെ എൻട്രി ആണിത്, നമ്മുടെ വരൻ്റെ. അപ്പം അതിന് ശേഷം എന്താ വധുവിനെ കൊണ്ടുവരാൻ പോയിട്ടുണ്ടായിരുന്നു. ഇതാ വധു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള മുകളിൽ എന്തോ പറയുമല്ലോ, അപ്പോൾ ഈ പൂവൊക്കെ വെച്ച് വരുന്നതെന്ന് എന്തോ പറയാൻ എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ വരുന്നുണ്ട്. നല്ല ചിരിച്ച് സന്തോഷമായിട്ടാണ് വരുന്ന ആള്. ഒരു ടെൻഷനും ഇല്ല മുഖത്ത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണത്തിന് പോയപ്പോൾ തൊട്ടിട്ട് എനിക്ക് ഉള്ളിൽ തോന്നിയിട്ടുള്ള ഒരു ഡൗട്ട് എന്താ വെച്ചാൽ ഇത് ലവ് മാരേജ് ആണോ എന്ന്. കാരണം എന്താ വെച്ചാൽ അത്രയും പരിചയമുള്ള പോലെ നല്ല ഹാപ്പി ആയിട്ട് ഫുള്ള് സംസാരിച്ച് ചിരിച്ച് കളിച്ചിട്ടാണ് ചെക്കനും പെണ്ണും നിൽക്കുന്നത്. സാധാരണ നമ്മൾ ഈ ലവ് മാരേജിൻ്റെ ഒക്കെ ഇത് കാണുക, പക്ഷേ ഇത് പക്ക അറേഞ്ച് മാരേജ് ആണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം തോന്നും കേട്ടോ, അവരുടെ ആ ഒരു ഹാപ്പിനെസ് ഒക്കെ കാണുമ്പോൾ. അങ്ങനെ എന്താ നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടി പോയി. AC മണ്ഡപം ആയതുകൊണ്ട് തന്നെ നമുക്ക് ചൂടൊന്നും ഇല്ലാതെ നന്നായി കല്യാണം കാണാനും അതുപോലെ നന്നായി സദ്യ കഴിക്കാനും പറ്റി. അങ്ങനെ വിഭവസമൃദ്ധമായ സദ്യക്ക് ശേഷം ഇതാ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഒരു കല്യാണമായ അവിടെ ഫോട്ടോ നിർബന്ധമാണ്, അത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അപ്പം ഇതാണ് ഇന്നത്തെ വിശേഷം. ഇനി നാളത്തെ വിശേഷം എന്താണെന്ന് അറിയേണ്ടത്, അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഇന്ന് ഞങ്ങളൊരു കല്യാണത്തിന് പോവാണ് കേട്ടോ. നമ്മുടെ ഒരു കസിന്റെ കല്യാണമാണ്. ഞാനും ആദും അച്ചും പിന്നെ നമ്മുടെ അമ്മയും കൂടിയാണ് പോകുന്നത്. അനിലേട്ടന് വർക്കുള്ളതുകൊണ്ട് ലീവ് കിട്ടിയില്ല. അപ്പം നമ്മളിതാ പോകുന്ന വഴിയാണ്. അപ്പോൾ അനിലേട്ടൻ്റെ ഫ്രണ്ടിന്റെ കാറിലാണ് നമ്മളെല്ലാവരും കൂടി പോകുന്നത്. അവർക്കും കല്യാണം ഉണ്ട്. അവരുടെയാണ് മെയിൻ കസിൻ. പിന്നെ നമ്മൾ ചെറിയൊരു വകയിൽ വരും. അങ്ങനെ നമ്മൾ പോവാണ്. ഇതാ പോയിട്ട് ഇതാ അവിടെ ഓഡിറ്റോറിയം എത്തി. അവിടെ എത്തിയത് എന്താ വെൽക്കം ജ്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നല്ല ചൂടത്ത് വന്ന് കയറിയതായതുകൊണ്ട് നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ 2 ഗ്ലാസ് കൊണ്ട് കുടിച്ചു. പിന്നെ ഇതാ അങ്ങോട്ട് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ജസ്റ്റ് പോയിട്ട് വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്തു കേട്ടോ. അങ്ങനെ ഇതാ ഞാനും അമ്മയും എല്ലാവരും കൂടിയിട്ട് കയറി പോവുകയാണ്. അപ്പോൾ AC മണ്ഡപം ആയതുകൊണ്ട് തന്നെ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ എല്ലാവരും എന്താ താലൊക്കെ പിടിച്ചിങ്ങനെ വരവേൽക്കാൻ, അതായത് ചെക്കനെയും പെണ്ണിനെ വരവേൽക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഇതാ അവരിതാ മേളത്തിന്റെ അകമ്പടിയോട് കൂടി നല്ല സുന്ദരി കുട്ടികളായിട്ട് താലൊക്കെ പിടിച്ച് ഇതാ ചെക്കനെ വരവേൽക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ ശ്രുതിയുടെ അനിയത്തി